ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കടല ചട്നി എന്നാണ് കേട്ടോ പറയൽ. ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അമ്മമാർക്കെല്ലാം ഇത് എന്തായാലും നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. തലേന്ന് കുതിർത്ത് വെച്ച കടല നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. കടല വെന്ത് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് വെള്ളരിയാണ് കേട്ടോ ഇത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളരിയും കൂടി എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകി മാറ്റി വെക്കാം. അപ്പോൾ കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വെച്ച അരി ഒന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ച കടല അതിലേക്ക് ചേർക്കുന്നത്. കടലയും അരിയും കൂടെ വെന്ത് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ചിരകിയെടുക്കാം. അപ്പോൾ കടലയും അരിയും വെന്തിട്ട് ചെറുതായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ആറി വരുന്ന സമയത്താണ് നമ്മൾ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് തട്ടി കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. വെള്ളം നല്ലപോലെ ആറിയതിന് ശേഷം അതൊന്നുകൂടെ ഒന്ന് മിക്സാക്കാം. ശേഷം നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതേ തീയിലോട്ട് ഒരു വാലുരുളി വെച്ച് അതിലേക്ക് ചൂടാവുന്ന സമയത്ത് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കടുകും 4-5 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും മുളകും നല്ലോണം ഒന്ന് എണ്ണയിൽ താളിച്ച ശേഷം നമുക്ക് ആ കൂട്ട് വേവിച്ച് വെച്ച കടലയിലേക്കും അരിയിലേക്കും ചേർത്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കുള്ള പലഹാരമായിട്ടോ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.